സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ പ്രശസ്തമായ തിഹാർ ജയിലിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീ തടവുകാർ നേരിടുന്ന ഭയാനകമായ ചൂഷണങ്ങളെക്കുറിച്ച്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ പണത്തിന്റെ ആർത്തിയിൽ രാത്രി സമയത്ത് സ്ത്രീ തടവുകാർക്കെതിരെ ചെയ്യുന്ന മോശം പ്രവൃത്തികൾ കേട്ടാൽ നിങ്ങളും ഞെട്ടിപ്പോകും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് അവസാനം വരെ കാണണേ. ഡൽഹിയിലുള്ള തിഹാർ ജയിൽ, അവിടെ ഓരോ തടവുകാർക്കും സ്വന്തമായി ഒരു കഥയുണ്ട്. ചിലർ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കുറ്റവാളികളായി മാറിയവർ, മറ്റു ചിലർ ബലമായി ഈ അവസ്ഥയിലെത്തിയവർ. പക്ഷേ ഈ കഥയിലെ മുഖ്യ കഥാപാത്രം അനാമിക ശർമ്മ. അവൾ ധൈര്യമുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്. രാജ്യത്തെ പ്രമുഖ നേതാവ് രമേശ് ഠാക്കൂറും പോലീസ് ഓഫീസർ വിക്രം സിംഗും ചെയ്യുന്ന മോശം പ്രവൃത്തികൾ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. പക്ഷേ സത്യം പുറത്തുവിട്ടതിന്റെ പേരിൽ അവൾക്ക് വിധി വന്നു. പൊയ്മയിൽ ഒരു കൊലപാതക കേസിൽ കുടുക്കി ജയിലിലടച്ചു. കുറ്റാരോപിതയെ നിയമപരമായ കസ്റ്റഡിയിൽ തിഹാർ ജയിലിലേക്ക് അയക്കുന്നു എന്ന് ജഡ്ജി പറഞ്ഞ വാക്കുകൾ അനാമികയുടെ ജീവിതം മൊത്തം മാറ്റിമറിച്ചു. തിഹാർ ജയിലിന്റെ മെയിൻ ഗേറ്റ് തുറന്നപ്പോൾ അവൾക്ക് നരകത്തിന്റെ കവാടം തുറന്നതുപോലെ തോന്നി. ചുറ്റും ഉയരമുള്ള മതിലുകൾ, മുള്ളുവേലികൾ, ഓരോ കോണിലും യൂണിഫോം ധരിച്ച സെക്യൂരിറ്റി സ്റ്റാഫ് നിൽക്കുന്നു. ജയിൽ വനിതാ ഓഫീസർ മീന സിംഗ് അനാമികയെ കടുപ്പമായി നോക്കി പറഞ്ഞു, ഇവിടെ ജേർണലിസം വർക്ക് ചെയ്യില്ല, ജയിൽ റൂളുകൾ മാത്രമേ ഉണ്ടാകൂ. അനാമികയെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശരീര പരിശോധനയ്ക്കായി ഒരു ഇരുണ്ട തണുപ്പുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി. ആ മുറിയിൽ 3 വനിതാ കോൺസ്റ്റബിളുകൾ ഉണ്ടായിരുന്നു. നിന്റെ ഡ്രസ് എല്ലാം അഴിച്ചുമാറ്റ് എന്ന് മീന കടുപ്പമുള്ള ശബ്ദത്തിൽ ഉത്തരവിട്ടു. അനാമിക എതിർത്തു, ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. പക്ഷേ ഒരു കോൺസ്റ്റബിൾ ഭീഷണിപ്പെടുത്തി പറഞ്ഞു, ഇത് തിഹാർ ആണ്, ഇവിടെ നിയമമല്ല, ഞങ്ങളുടെ ഇഷ്ടമാണ് നടക്കുന്നത്. അനാമിക ബലമായി ഡ്രസ് അഴിക്കേണ്ടി വന്നു. അവളുടെ കണ്ണുകളിൽ നിസ്സഹായത കൊണ്ട് കണ്ണീർ വലിഞ്ഞു. പക്ഷേ തന്നെ ദുർബലയായി കാണിക്കാൻ ആഗ്രഹിച്ചില്ല. നഗ്നയായി അവളെ മതിലോട് ചേർത്ത് നിർത്തി. ശരീരത്തിന്റെ ഓരോ ഭാഗവും പരിശോധിച്ചു. എന്തെങ്കിലും നിയമവിരുദ്ധ വസ്തുവോ മൊബൈൽ ഫോണോ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ. വളഞ്ഞു നിൽക്ക് എന്ന് ഒരു ഓഫീസർ ഉത്തരവിട്ടു. അനാമിക വളഞ്ഞ് കൈകൾ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ഒരു കോൺസ്റ്റബിൾ അവളുടെ പുറത്ത് വടികൊണ്ട് അടിച്ചു പറഞ്ഞു, നിനക്ക് എത്ര ധൈര്യം മന്ത്രി സാറിനെതിരെ സംസാരിക്കാൻ. അനാമിക വേദന സഹിച്ചു. പക്ഷേ കണ്ണീർ നിന്നില്ല. പരിശോധന കഴിഞ്ഞപ്പോൾ അവൾക്ക് വൃത്തികെട്ട പഴയ ജയിൽ ഡ്രസ് കൊടുത്തു. അത് വൃത്തികെട്ട സാരി പോലെയായിരുന്നു. ദുർഗന്ധം വന്നു. അനാമിക എങ്ങനെയോ ധരിച്ചു. പിന്നീട് അവളെ വനിതാ തടവുകാരുടെ റൂം നമ്പർ 9 കൊണ്ടുപോയി. അവിടുത്തെ തടവുകാർ അവളെ പുതിയ ഇരയെത്തിയതുപോലെ നോക്കി. പുതിയ സാധനം വന്നു എന്ന് ഒരു അപകടകാരിയായ തടവുകാരി രജിയ ബീഗം പറഞ്ഞു. അവൾ കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. അനാമിക കണ്ടു, ധാരാളം സ്ത്രീകൾ പൊയ്മയായ ആരോപണങ്ങൾ കൊണ്ട് ഇവിടെയുണ്ട്. പക്ഷേ ചിലർ ജയിലിനുള്ളിൽ നടക്കുന്ന ലൈംഗിക വ്യാപാരവും മയക്കുമരുന്ന് വ്യാപാരവും പങ്കാളികളാണ്. തിഹാർ ജയിലിനുള്ളിൽ അനാമിക കണ്ടത് നിയമവും നീതിയും വിദൂരമായ ഒരു മോശം ലോകം. പുറത്ത് തിഹാറിനെ സുധാരണ ഗ്രഹം എന്ന് വിളിക്കുന്നു. പക്ഷേ ഉള്ളിൽ അത് തികച്ചും വേറെ. ബലം, പണം, ഭയം എന്നിവയുടെ സാമ്രാജ്യം. തിഹാർ വനിതാ ബ്ലോക്ക് 3 വലിയ ഗ്രൂപ്പുകൾ പൂർണ്ണമായി നിയന്ത്രിക്കുന്നു. ഒന്നാമത്തേത് രജിയ ബീഗം ഗ്രൂപ്പ്. കൊലപാതകങ്ങളും മയക്കുമരുന്ന് കടത്തും പ്രസിദ്ധം. രജിയ ജയിലിനുള്ളിൽ തന്റെ ചെറിയ സാമ്രാജ്യം ഉണ്ടാക്കിയിരിക്കുന്നു. അവളുടെ അനുവാദമില്ലാതെ ആർക്കും ശാന്തമായി ഇരിക്കാൻ പറ്റില്ല. രണ്ടാമത്തേത് സംഗീത ഠാക്കൂർ ഗ്രൂപ്പ്. പോലീസ് ഓഫീസർമാരും ജയിൽ മാനേജർമാരും ചേർന്ന് ആഴ്ചതോറും പണം വസൂലും ലൈംഗിക വ്യാപാരവും നടത്തുന്നു. രാത്രി മധ്യത്തിൽ ദുർബലരായ തടവുകാരെ പുറത്തുകൊണ്ടുപോയി പ്രധാന വ്യക്തികൾക്ക് മുന്നിൽ വെക്കുന്നു. മൂന്നാമത്തേത് രുക്മിണി ബായ് ഗ്രൂപ്പ്. ജയിലിനുള്ളിൽ ചെറിയ മോഷണങ്ങൾ, വസ്തുക്കൾ കടത്തൽ, ദുർബലരായ തടവുകാരിൽ നിന്ന് ഭക്ഷണം, ഉറങ്ങാൻ സ്ഥലം എന്നിവയ്ക്ക് പകരം പണം പിടിച്ചുവാങ്ങുന്നു. പുതിയതായി വരുന്ന ഓരോ തടവുകാരും എൻട്രി ഫീസ് കൊടുക്കണം. നല്ല സ്ഥലം വേണമെങ്കിൽ ആഴ്ചതോറും 500 മുതൽ 1000 രൂപ വരെ കൊടുക്കണം. ഫാമിലിയോട് ഫോൺ സംസാരിക്കണമെങ്കിൽ 2000 രൂപ ലാഞ്ചം കൊടുത്ത് മാനേജറിൽ നിന്ന് മൊബൈൽ വാങ്ങാം. എതിർത്താൽ രാത്രി ക്രൂരമായി അടിക്കുകയോ പ്രധാന അതിഥികൾക്ക് അയക്കുകയോ ചെയ്യും. രാത്രി 12 മണി. അനാമിക കണ്ടത് 2 വനിതാ സെക്യൂരിറ്റി സ്റ്റാഫ് മുറിയിലേക്ക് വന്ന് പൂജ എന്ന 19 വയസ്സുകാരിയെ വലിച്ചിളിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി. രുക്മിണി പതുക്കെ പറഞ്ഞു, ഇന്ന് പൂജയുടെ ഓളമാണ്. ഇവളെ ജയിലിന്റെ പിൻഭാഗത്തെ രഹസ്യ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ജയിൽ മാനേജർ രഘുവീർ യാദവും പുറത്തെ വലിയ നേതാക്കന്മാരും വരും. അനാമികയ്ക്ക് ഭയം കൊണ്ട് രോമങ്ങൾ നിവർന്നു. പൂജയെ കൊണ്ടുപോകുമ്പോൾ രജിയ ഗ്രൂപ്പ് അംഗങ്ങൾ അവളുടെ ഡ്രസ് കീറി മയക്കുമരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തി. രാവിലെ തിരിച്ചുവന്നാൽ സംസാരിക്കാൻ പോലും ധൈര്യം ഉണ്ടാകില്ല എന്ന് രജിയ ഉറക്കെ ചിരിച്ചു. ഈ മൊത്തം മോശം ബിസിനസ്സും നടത്തുന്നത് ജയിൽ മാനേജർ രഘുവീർ യാദവ്, സൂപ്പർവൈസർ മീന സിംഗ്, മാനേജർ നരേഷ് കുമാർ. ഇവർ തടവുകാരുടെ ഫാമിലിയിൽ നിന്ന് പണം വസൂലാക്കി നല്ല മുറികൾ കൊടുക്കും.
ദുർബലരായ പെൺകുട്ടികളെ നേതാക്കൾക്കും വലിയ ബിസിനസ്സുകാർക്കും വിനോദത്തിന് മാറ്റും. ആരെങ്കിലും കൂടുതൽ സംസാരിച്ചാൽ മയക്കുമരുന്നിന് അടിമപ്പെടുത്തി മാനസികമായി തകർക്കും. അനാമിക ആദ്യമായി എതിർത്തപ്പോൾ റജിയ തന്റെ ഗ്രൂപ്പിനൊപ്പം അവളെ വളഞ്ഞു പറഞ്ഞു. ജേർണലിസ്റ്റ് എന്ന് വന്ന് ഇവിടുത്തെ സത്യം അറിയാൻ വന്നോ? ഇപ്പോ സത്യത്തോടെ ജീവിക്കണോ ഇല്ലെങ്കിൽ ഈ മോശം സ്ഥലത്ത് ചാവണോ? അനാമിക മറുപടി പറഞ്ഞു. ഈ മോശം മനുഷ്യരുടെ സത്യം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടും. റജിയ സിഗ്നൽ കൊടുത്തു. അവളുടെ തലമുടി പിടിച്ച് തറയിൽ തള്ളി, മുഖത്തടിച്ചു, മുറിക്ക് മുന്നിൽ ഡ്രസ് അഴിക്കാൻ നിർബന്ധിച്ചു. നിന്നെ ഉടച്ചു തുണ്ടം തുണ്ടമാക്കും എന്ന് റജിയ ഭീഷണിപ്പെടുത്തി. ജയിലിനുള്ളിൽ നടക്കുന്ന മറ്റൊരു മോശം ബിസിനസ് രഹസ്യ ഇന്റർനെറ്റ്, ഡാർക്ക് വെബ് ആഭാസ ചിത്രങ്ങൾ റെക്കോർഡിംഗും. റജിയ സംഗീത ജയിൽ മാനേജറോടൊപ്പം ചേർന്ന് രഹസ്യ കാമറ മുറി ഉണ്ടാക്കി. പുതിയ പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് ബലാത്സംഗം ചെയ്ത് വീഡിയോ എടുത്ത് ഡാർക്ക് വെബിൽ വിൽക്കും. പരാതി പറഞ്ഞാൽ മാനസിക രോഗിയായി പ്രഖ്യാപിക്കും. അനാമിക ഉള്ളിൽ തന്നെ ഒരു ശക്തമായ പ്ലാൻ ഉണ്ടാക്കി. പതുക്കെ രുക്മിണി ബായ്, പൂജ തുടങ്ങിയ ദുർബലരായ തടവുകാരെ തന്റെ വശത്തേക്ക് ചേർത്തു. രാത്രി മുറിയിൽ തടവുകാരുടെ സംസാരം റെക്കോർഡ് ചെയ്യാൻ ശരീരത്തിൽ ഒളിപ്പിച്ച് ചെറിയ റെക്കോർഡർ കൊണ്ടുവരാൻ തുടങ്ങി. മാനേജർ സെക്യൂരിറ്റി സ്റ്റാഫിന്റെ പ്രവൃത്തികളിൽ നിരീക്ഷണം വെച്ചു. സംഗീത, റജിയ ഗ്രൂപ്പുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കി. ഒരു രാത്രി സംഗീത ഗ്രൂപ്പ് പൂജയെ വീണ്ടും കൊണ്ടുപോകാൻ വന്നു. പക്ഷേ അനാമിക, രുക്മിണിയും മറ്റുള്ളവരും ചേർന്ന് ആ അംഗത്തെ പിടിച്ച് ക്രൂരമായി അടിച്ചു. ഇപ്പോഴാണ് യഥാർത്ഥ ഗെയിം തുടങ്ങുന്നത് എന്ന് അനാമിക പറഞ്ഞു. തിഹാർ കട്ടികൂടിയ മതിലുകൾക്കുള്ളിൽ വേദനയും ചൂഷണവും ബലാത്സംഗങ്ങളുടെ ശബ്ദവും മാത്രം കേൾക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു പുതിയ തീജ്വാല കത്തുന്നു. അത് അനാമിക ശർമ്മയുടെ ധൈര്യം. അവൾ ജേർണലിസ്റ്റ്, പക്ഷേ സാഹചര്യങ്ങൾ അവളെ തടവുകാരിയാക്കി മാറ്റി. അവളുടെ തീരുമാനം, ഈ മോശം സ്ഥലത്ത് നിന്ന് പുറത്തുകടന്ന് തന്റെ കൂടെ ആ നിരപരാധികളായ പെൺകുട്ടികൾക്ക് നീതി കൊണ്ടുവരും. മോശം മനുഷ്യർ അവരെ മണ്ണിൽ ചവിട്ടിത്താഴ്ത്തി. അനാമികയ്ക്ക് അറിയാം, ഈ മോശം ബിസിനസ് പൂർണ്ണമായി തുടച്ചു നീക്കണമെങ്കിൽ ഓരോ അടിയും ജാഗ്രതയോടെ വെക്കണം. നേരിട്ട് യുദ്ധം ചെയ്താൽ ഫലമില്ല. റജിയ, സംഗീത, രുക്മിണി ഗ്രൂപ്പുകൾക്കൊപ്പം മാനേജർ രഘുവീർ യാദവ്, സൂപ്പർവൈസർ മീന സിംഗ് പോലുള്ള അഴിമതിക്കാർ കൂടി പങ്കാളികളാണ്. തടവുകാരെ ഒന്നിപ്പിക്കാനുള്ള തന്ത്രം പതുക്കെ ദുർബലരായ, ചൂഷണം അനുഭവിക്കുന്ന തടവുകാരുടെ വിശ്വാസം നേടി. രുക്മിണിയുടെ സഹായത്തോടെ രാത്രി മാനേജറുടെ സിഗ്നലിൽ പുറത്തെ നേതാക്കൾക്ക് സപ്ലൈ ചെയ്യുന്ന പെൺകുട്ടികളെ തന്റെ വശത്തേക്ക് തിരിച്ചു. പൂജ, മായ തുടങ്ങിയവരെ ഗ്രൂപ്പിൽ ചേർത്തു. അവരോട് തവണത്തോറും ശാരീരിക ചൂഷണം നടന്നിരുന്നു. റജിയുടെ ചില അംഗങ്ങളെയും തിരിച്ചു. അവർ ബലാത്സംഗങ്ങൾക്ക് മടുത്തിരുന്നു. കറുത്ത മുറി ഗെയിം, തിഹാർ ഭാഗം സി പിൻഭാഗത്തെ രഹസ്യമുറി. രാത്രി പെൺകുട്ടികളെ കൊണ്ടുവരും. മയക്കുമരുന്ന് കൊടുത്ത് ജയിൽ ഓഫീസർമാർ, നേതാക്കൾ, വലിയ ബിസിനസ്സുകാർക്ക് മുന്നിൽ വെക്കും. ആഭാസ വീഡിയോകൾ എടുത്ത് ഡാർക്ക് വെബിൽ വിൽക്കും. എതിർത്താൽ മാനസിക രോഗിയായി കാണിക്കുകയോ കൊല ചെയ്യുകയോ ചെയ്യും. രാത്രി പെൺകുട്ടികളെ കറുത്ത മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രുക്മിണി വഴി പഴയ സെക്യൂരിറ്റി സ്റ്റാഫ് രാംലാലിനെ തന്റെ വശത്തേക്ക് ചേർത്തു. അവൻ ചെറിയ രഹസ്യ കാമറ കൊടുത്തു. അവൾ ഡ്രസ്സിനുള്ളിൽ ഒളിപ്പിച്ചു. കറുത്ത മുറിയിലെ ബലാത്സംഗങ്ങൾ, പെൺകുട്ടികളുടെ ഡ്രസ് കീറുന്നത്, ഗ്രൂപ്പുകൾക്കിടയിൽ വില പേശുന്നത്, മാനേജറും മീനയും പണം വസൂലാക്കുന്നത് എല്ലാം റെക്കോർഡ് ചെയ്തു. ഗ്രൂപ്പുകൾക്കിടയിൽ ഭിന്നത, റജിയെ പ്രകോപിപ്പിച്ച് സംഗീത നിന്റെ സ്ഥാനം പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. സംഗീതയോട് റജിയ വിവരം ലീക്ക് ചെയ്തു എന്ന് വിശ്വസിപ്പിച്ചു. ഫലം, രാത്രി രക്തം ചിന്തിയ സംഘട്ടനം, ഒരു അംഗം മരിച്ചു, ജയിൽ കലാപം തുടങ്ങി. കറുത്ത മുറി വീഡിയോ രാംലാൽ വഴി പുറത്തുള്ള ജേർണലിസ്റ്റ് സുഹൃത്ത് രാജീവിന് അയച്ചു. തിഹാറിലെ ആഴ്ചതോറുമുള്ള വസൂലും ചൂഷണവും കൊലപാതകങ്ങളും മോശം സത്യം പുറത്തുകൊണ്ടുവന്നു. ഏറ്റവും വലിയ കലാപം 1:45 മണി രാത്രി ഇരുട്ടിൽ നടന്നു. ജയിൽ മുഴുവൻ അലാം മുഴങ്ങി. അനാമിക, രുക്മിണി, പൂജ, മറ്റ് പെൺകുട്ടികൾ ആയുധങ്ങൾ എടുത്ത് അഴിമതിക്കാരായ സ്റ്റാഫിനെ ആക്രമിച്ചു. റജിയ, സംഗീത ഗ്രൂപ്പുകളും ഒരുത്തി ആക്രമിച്ചു. രാവിലെ മീഡിയയും പോലീസ് ഉന്നത ഓഫീസർമാരും എത്തി. കറുത്ത മുറിയിൽ നിന്ന് പെൺകുട്ടികളുടെ മൃതദേഹങ്ങളും മയക്കുമരുന്നും അതിഥികളുടെ വീഡിയോകളും, മുഴുവൻ സിസ്റ്റവും തകർന്നു. അഴിമതിക്കാർ അറസ്റ്റിൽ. മാനേജർ രഘുവീർ, മീന സിംഗ്, നരേഷ് കുമാർ എന്നിവരെ ഉടൻ പിടിച്ചു. തിഹാർ മോശം ബിസിനസ് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. അനാമിക തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടത്തി ചരിത്രം സൃഷ്ടിച്ചു. അവൾ ജയിലിനുള്ളിൽ സുരക്ഷിത സ്ഥലം ഉണ്ടാക്കി തെളിയിച്ചു. ഒരാൾ മാറ്റത്തിന്റെ വിത്ത് വിതച്ചാൽ വരുന്ന തലമുറകൾക്ക് നീതിയും സുരക്ഷയും വരും. ധൈര്യമുണ്ടെങ്കിൽ തിഹാർ മതിലുകൾ പോലും വിറയ്ക്കും. നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ നീതി സ്വയം വരും. സുഹൃത്തുക്കളെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ലൈക്ക് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.